മലാല വാർത്തകളിലേക്ക് സ്വാഗതം. ആദ്യം പ്രധാന വാർത്തകൾ. ഉൾക്കാട്ടിലെ പുഞ്ചക്കൊല്ലി അളക്കൽ നഗറുകളിലെ ആദിവാസി കുടുംബങ്ങൾക്ക് പുന്നപ്പുഴ കടക്കുന്നതിന് മുള കൊണ്ടുള്ള ചങ്ങാടം നിർമ്മാണം തുടങ്ങി. വനംവകുപ്പിന്റെ സഹായത്തോടെയാണ് ചങ്ങാട നിർമ്മാണം. നിലമ്പൂർ നഗരസഭയിൽ ഇന്ദിരാ കാന്റീൻ ആരംഭിക്കുന്നതിന് നഗരസഭയിലെ കുടുംബശ്രീയിൽപ്പെട്ട സംരംഭകരുടെ വിപുലമായ യോഗം ചേർന്നു. നഗരസഭാ ചെയർപേഴ്സൺ പത്മിനി ഗോപിനാഥ് ഉദ്ഘാടനം ചെയ്തു. ജില്ലയിൽ ഷിഗല്ല ഉൾപ്പെടെയുള്ള പകർച്ചവ്യാധി രോഗങ്ങൾ റിപ്പോർട്ട് ചെയ്ത സാഹചര്യത്തിൽ കരുളായി പഞ്ചായത്തിൽ ആരോഗ്യവകുപ്പ് ശക്തമായ മിന്നൽ പരിശോധന നടത്തി. ആരോഗ്യവകുപ്പിന്റെയും തദ്ദേശ സ്വയംഭരണ വകുപ്പ് ജോയിന്റ് ഡയറക്ടറുടെയും നിർദ്ദേശപ്രകാരമായിരുന്നു നടപടി. നിലമ്പൂർ ബ്ലോക്ക് പഞ്ചായത്തിൽ സംരംഭകർക്കായി സിറ്റിസൺ ഹബ്ബ് തുടങ്ങുമെന്ന് പ്രസിഡന്റ് ബോബി സി മാമ്പറ. ബ്ലോക്ക് പഞ്ചായത്ത്, താലൂക്ക് വ്യവസായ വികസന ഓഫീസ് എന്നിവ ചേർന്ന് നടത്തിയ വനിതാ സംരംഭകത്വ അവബോധ പരിപാടി ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. മധുരയിൽ നിന്നും കോഴിക്കോട്ടേക്ക് വരികയായിരുന്ന ബസ്സിൽ നിന്നും രേഖകളില്ലാതെ അനധികൃതമായി കടത്തുകയായിരുന്ന 68,37,000 രൂപ പെരിന്തൽമണ്ണ പോലീസ് പിടികൂടി. വാർത്തകൾ വിശദമായി. ഉൾക്കാട്ടിലെ പുഞ്ചക്കൊല്ലി അളക്കൽ നഗറുകളിലെ ആദിവാസി കുടുംബങ്ങൾക്ക് പുന്നപ്പുഴ കടക്കുന്നതിന് മുള കൊണ്ടുള്ള ചങ്ങാട നിർമ്മാണം തുടങ്ങി. വനം വകുപ്പിന്റെ സഹായത്തോടെയാണ് ചങ്ങാട നിർമ്മാണം. മുണ്ട ചേനക്കടവിൽ നിന്നുമാണ് ആവശ്യത്തിനുള്ള മുള മുറിച്ചെടുത്തത്. 2018 പ്രളയത്തിൽ പുഞ്ചക്കൊല്ലി കടവിലെ പാലം പൂർണ്ണമായും തകർന്നിരുന്നു. ഇതോടെ നഗറിനെ ചേർന്നുള്ള പുന്നപ്പുഴ കടക്കാനാവാതെ വർഷക്കാലത്ത് കുടുംബങ്ങൾ ഒറ്റപ്പെടുക പതിവാണ്. പുറം ലോകവുമായി ബന്ധപ്പെടുവാൻ ഇവർക്ക് കഴിയാതെ വന്നു. പുഴ കടന്ന് കുട്ടികളെ സ്കൂളിൽ അയക്കുവാനും വീട്ടു സാധനങ്ങൾ വാങ്ങുവാനും ബുദ്ധിമുട്ടായി. ഇതോടെ വനം വകുപ്പിന്റെ സഹായത്തോടെ എല്ലാ മഴക്കാലത്തും ചങ്ങാടം നിർമ്മിച്ചാണ് ഇവർ പുഴ കടക്കുന്നത്. ആദിവാസികൾ തന്നെയാണ് നാട്ടുകാരുടെ സംഘടനത്തോടെ ചങ്ങാടം നിർമ്മിക്കുന്നത്. പുഴയിലെ കുത്തൊഴുക്കിൽ ജീവൻ പണയപ്പെടുത്തിയാണ് സ്ത്രീകളും കുട്ടികളും അടക്കമുള്ളവർ ചങ്ങാടത്തിലൂടെ പുഴ കടക്കുന്നത്. എല്ലാ വർഷവും പുഴയിലെ കുത്തൊഴുക്കിൽ ചങ്ങാടം തകരുന്നത് പതിവാണ്. ഭാഗ്യം കൊണ്ടാണ് ജീവൻ നഷ്ടപ്പെടാതെ ആളുകൾ രക്ഷപ്പെടാറുള്ളത്. ചോരനായിക്ക, കാട്ടുനായിക്ക വിഭാഗങ്ങളിൽപ്പെട്ട പുഞ്ചക്കൊല്ലി നഗറിൽ 68 കുടുംബവും അളക്കൽ നഗറിൽ 37 കുടുംബവുമാണ് ഉള്ളത്. തകർന്ന പാലത്തിന് പകരം പുതിയ പാലം നിർമ്മിക്കണമെന്ന ആദിവാസി കുടുംബങ്ങളുടെ ആവശ്യം ഇതുവരെ പരിഹരിക്കപ്പെട്ടിട്ടില്ല. നിലമ്പൂർ നഗരസഭയിൽ ഇന്ദിരാ കാന്റീൻ ആരംഭിക്കുന്നതിന് നഗരസഭയിലെ കുടുംബശ്രീയിൽപ്പെട്ട സംരംഭകരുടെ വിപുലമായ യോഗം ചേർന്നു. നഗരസഭാ ചെയർപേഴ്സൺ പത്മിനി ഗോപിനാഥ് ഉദ്ഘാടനം ചെയ്തു. നിലമ്പൂർ നഗരസഭയിൽ ഇന്ദിരാ കാന്റീൻ ആരംഭിക്കുന്നതിന് നഗരസഭയിലെ കുടുംബശ്രീയിൽപ്പെട്ട സംരംഭകരുടെ വിപുലമായ യോഗം ചേർന്നു. നഗരസഭാ ചെയർപേഴ്സൺ പത്മിനി ഗോപിനാഥ് ഉദ്ഘാടനം ചെയ്തു. പൊതുജനങ്ങൾക്ക് മിതമായ നിരക്കിൽ ഗുണമേന്മയുള്ള ഭക്ഷണം ലഭിക്കുന്നതിനും കുടുംബശ്രീ പ്രവർത്തകർക്കും സംരംഭകർക്കും തൊഴിലവസരങ്ങൾ സൃഷ്ടിക്കുന്നതിനുമാണ് പദ്ധതി ലക്ഷ്യമിടുന്നത്. ഇന്ദിരാ കാന്റീനോടനുബന്ധിച്ച് കുടുംബശ്രീ സംരംഭകരുടെ ഉൽപ്പന്നങ്ങൾ പ്രദർശിപ്പിക്കുവാനും വിൽപ്പന നടത്തുവാനും സ്ഥിര വിപണന സൗകര്യവും ഒരുക്കുന്നതിന് നടപടി സ്വീകരിക്കുമെന്ന് ചെയർപേഴ്സൺ പത്മിനി ഗോപിനാഥ് പറഞ്ഞു. പദ്ധതിയുടെ പ്രവർത്തനങ്ങൾ വേഗത്തിലാക്കി എത്രയും പെട്ടെന്ന് കാന്റീൻ പൊതുജനങ്ങൾക്കായി തുറന്നു കൊടുക്കുന്നതിന് മുന്നൊരുക്കങ്ങൾ നടത്തുന്നതിന് സബ് കമ്മിറ്റിയെ യോഗം നിയോഗിച്ചു. CDS പ്രസിഡന്റ് സാലി ബിജു അധ്യക്ഷത വഹിച്ചു. സ്ഥിരം സമിതി ചെയർമാൻമാരായ മുസ്തഫ കളത്തുംപടിക്കൽ, സുരേഷ് പാത്തിപ്പാറ, മേരീസ് ഷിബു, മെമ്പർ സെക്രട്ടറി വിനോദ് കെ, കൌൺസിലർമാരായ PK ഉമ്മർ നാണി, ഷിഹാബ് ഇണ്ണി, സൈഫുദ്ദീൻ പൊട്ടിപ്പാറ, ഫ്രാൻസിസ് ലിജി, ഷഫീഖ് മണലോടി, പ്രഭ, റസിയ അള്ളമ്പാടം, വിജയലക്ഷ്മി, CDS വൈസ് ചെയർപേഴ്സൺ സജിത, ഉപജീവന സമിതി കൺവീനർ ആമിന KV, നിഷ, സിഎംമാരായ മാത്യു PM, സ്വാനിധി, കോർഡിനേറ്റർ ശ്രീയേഷ്, CDS ഭാരവാഹികൾ എന്നിവർ സംസാരിച്ചു. ജില്ലയിൽ ഷിഗല്ല ഉൾപ്പെടെയുള്ള പകർച്ചവ്യാധി രോഗങ്ങൾ റിപ്പോർട്ട് ചെയ്ത സാഹചര്യത്തിൽ കരുളായി പഞ്ചായത്തിൽ ആരോഗ്യവകുപ്പ് ശക്തമായ മിന്നൽ പരിശോധന നടത്തി. ആരോഗ്യവകുപ്പിന്റെയും തദ്ദേശ സ്വയംഭരണ വകുപ്പ് ജോയിന്റ് ഡയറക്ടറുടെയും നിർദ്ദേശപ്രകാരമായിരുന്നു നടപടി.
ഹോട്ടലുകൾ, കൂൾബാറുകൾ, റെസ്റ്റോറന്റുകൾ എന്നിവ കേന്ദ്രീകരിച്ച് ഏകദേശം 10ഓളം ഭക്ഷണശാലകളിലാണ് പരിശോധന നടന്നത്. ഇതിൽ ഒരു ഭക്ഷണശാലയിൽ നിന്നും ഗ്രില്ലിൽ വെച്ച് പാതി വേവിച്ച ശേഷം വീണ്ടും മസാല പുരട്ടി ഫ്രിഡ്ജിൽ സൂക്ഷിച്ചിരുന്ന ഒരു ദിവസം പഴക്കമുള്ള 5 കിലോയോളം കോഴി മാംസം ആരോഗ്യവകുപ്പ് അധികൃതർ പിടികൂടി. ഇവ പിന്നീട് നശിപ്പിക്കുകയും ബന്ധപ്പെട്ട സ്ഥാപനത്തിന് നോട്ടീസ് നൽകുകയും ചെയ്തു. വെള്ളം പരിശോധിച്ച സർട്ടിഫിക്കറ്റ്, ജീവനക്കാരുടെ ഹെൽത്ത് കാർഡ് എന്നിവയില്ലാത്ത സ്ഥാപനങ്ങൾക്കെതിരെയും ശുചിത്വ മാനദണ്ഡങ്ങൾ പാലിക്കാത്തവർക്കെതിരെയും കർശന നടപടികൾ സ്വീകരിക്കുമെന്ന് അധികൃതർ വ്യക്തമാക്കി. വരും ദിവസങ്ങളിലും പരിശോധനകൾ തുടരുമെന്ന് അവർ അറിയിച്ചു. കരുളായി കുടുംബാരോഗ്യ കേന്ദ്രത്തിലെ ഹെൽത്ത് ഇൻസ്പെക്ടർ കെ സുജിത് കുമാർ, ജൂനിയർ ഹെൽത്ത് ഇൻസ്പെക്ടർമാരായ അനീഷ്മ, ആതിര എന്നിവരുടെ നേതൃത്വത്തിലായിരുന്നു പരിശോധന നടന്നത്. നിലമ്പൂർ ബ്ലോക്ക് പഞ്ചായത്തിൽ സംരംഭകർക്കായി സിറ്റിസൺ ഹബ് തുടങ്ങുമെന്ന് പ്രസിഡന്റ് ബോബി സി മാമ്പര. ബ്ലോക്ക് പഞ്ചായത്ത്, താലൂക്ക് വ്യവസായ വികസന ഓഫീസ് എന്നിവ ചേർന്ന് നടത്തിയ വനിതാ സംരംഭകത്വ അവബോധന പരിപാടി ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. സംരംഭകരെ ക്ഷണിക്കുന്നത് പോലെ തന്നെ നിലമ്പൂർ ബ്ലോക്ക് പഞ്ചായത്തിന്റെ കീഴിൽ വനിതാ സംരംഭകര് മാത്രമല്ല, സംരംഭകരെ നമുക്ക് കൊണ്ടുവന്ന് ഒരു സിറ്റിസൺ ഹബ്ബാക്കി മാറ്റണം എന്നൊരു ആശയം അദ്ദേഹം മുന്നോട്ട് വെച്ചത്. അദ്ദേഹത്തിന്റെ ആശയം ഞങ്ങൾക്ക് ചിന്തിച്ചപ്പോ ഒരു മുതൽക്കൂട്ട് പോലെ തോന്നി. ബ്ലോക്ക് പഞ്ചായത്തിന്റെ ഒരു നാളുകളിലെ ഒരു വിഷമായി മാറുന്ന ഒരു വലിയൊരു കാര്യമായിട്ട് ഞങ്ങൾക്ക് തോന്നി. അപ്പോൾ അദ്ദേഹം വിവിധ രീതിയിലുള്ള സംരംഭക കാര്യങ്ങളെ കുറിച്ചൊക്കെ ഞങ്ങളോട് സംസാരിക്കുകയുണ്ടായി. അതില് ഒട്ടനവധി കാര്യങ്ങളിൽ 5 ഏക്കർ മുതലുള്ള കാര്യങ്ങളും അങ്ങനെ പല പല കാര്യങ്ങളെ കുറിച്ചും സംസാരിച്ചപ്പോ ഈ സിറ്റിസൺ ഹബ്ബ് എന്നുള്ളത് വിവിധ വകുപ്പുകളെ ഏകോപിക്കുക, ഒന്നിച്ചു കൊണ്ടുവന്ന് അത് എങ്ങനെ സംരംഭകർക്ക് കൊടുക്കാൻ പറ്റും എന്നുള്ളതായിരുന്നു സിറ്റിസൺ ഹബ്ബ് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. വിവിധ വകുപ്പുകളുടെ സേവനങ്ങൾ ഒരു കുടക്കീഴിൽ ലഭ്യമാക്കും. മേഖലയിൽ പ്രതിവർഷം 100 സംരംഭങ്ങൾ തുടങ്ങുമെന്നും ബോബി സി മാബ്ര പറഞ്ഞു. വൈസ് പ്രസിഡന്റ് സീനത്ത് നൌഷാദ് അധ്യക്ഷത വഹിച്ചു. സ്ഥിരം സമിതി അധ്യക്ഷൻ ജസ്മൽ പുതിയറ, ജില്ലാ വ്യവസായ കേന്ദ്രം ജനറൽ മാനേജർ എം ഗിരീഷ്, മാനേജർ MS സുനിത, ബ്ലോക്ക് വ്യവസായ ഓഫീസർമാരായ ബ്രിജേഷ് അറക്കൻ, ടി പ്രഭു, ഭരണസമിതി അംഗങ്ങൾ എന്നിവർ സംസാരിച്ചു. 125 വനിതകൾ പങ്കെടുത്തു. മധുരയിൽ നിന്നും കോഴിക്കോട്ടേക്ക് വരികയായിരുന്ന ബസ്സിൽ നിന്നും രേഖകളില്ലാതെ അനധികൃതമായി കടത്തുകയായിരുന്ന 68,37,000 രൂപ പെരിന്തൽമണ്ണ പോലീസ് പിടികൂടി. മധുര സ്വദേശികളായ 4 യാത്രക്കാർ പിടിയിൽ. കഴിഞ്ഞ ദിവസം പോലീസിന് ലഭിച്ച രഹസ്യ വിവരത്തിന്റെ അടിസ്ഥാനത്തിൽ ബുധനാഴ്ച പുലർച്ചെ അങ്ങാടിപ്പുറത്ത് വെച്ച് ബസ്സിൽ പോലീസ് നടത്തിയ പരിശോധനയിലാണ് രേഖകളില്ലാത്ത പണം പിടികൂടിയത്. മധുര സ്വദേശികളായ കതിരവൻ, ശരവണൻ, രാമമൂർത്തി, ബാലു എന്നിവരാണ് പോലീസിന്റെ പിടിയിലായത്. CI സുമേഷ് സുധാകരൻ, ASI രാമകൃഷ്ണൻ, ക്രൈം സ്ക്വാഡ് എന്നിവരുടെ നേതൃത്വത്തിൽ നടത്തിയ പരിശോധനയിലാണ് അനധികൃതമായി കടത്തുകയായിരുന്ന പണം പോലീസ് പിടികൂടിയത്. മമ്പാട് കൂളിക്കലിൽ പോലീസ് നടത്തിയ പരിശോധനയിൽ 7 കഞ്ചാവ് ചെടികൾ കണ്ടെത്തി. നിലമ്പൂർ പോലീസ് കേസ് രജിസ്റ്റർ ചെയ്തു. മമ്പാട് കൂളിക്കലിൽ പോലീസ് നടത്തിയ പരിശോധനയിൽ 7 കഞ്ചാവ് ചെടികൾ കണ്ടെത്തി. നിലമ്പൂർ പോലീസ് ബന്ദോബസ്തിലെടുത്ത് കേസ് രജിസ്റ്റർ ചെയ്തു. വിജനമായ പറമ്പിൽ കഞ്ചാവ് ചെടികളുണ്ടെന്ന് നാട്ടുകാർ നൽകിയ വിവരത്തിന്റെ അടിസ്ഥാനത്തിൽ ഇന്ന് രാവിലെ 10 മണിയോടെ SI CP ജാബിറിന്റെ നേതൃത്വത്തിൽ നടത്തിയ പരിശോധനയിലാണ് കഞ്ചാവ് ചെടികൾ കണ്ടെടുത്തത്. പ്രദേശത്തെ ലഹരി സംഘങ്ങളെ കേന്ദ്രീകരിച്ച് പോലീസ് അന്വേഷണം ആരംഭിച്ചു. SCPO അഭിലാഷ് കൈപ്പിനി, അജിത് എന്നിവരും അന്വേഷണ സംഘത്തിലുണ്ട്. മഴക്കാല ആരോഗ്യ ശുചീകരണ പ്രവർത്തനങ്ങളുടെ ഭാഗമായി മൈലാടി GUP സ്കൂളിലെ കിണറും പൊതുകിണറും ആരോഗ്യ വകുപ്പിന്റെയും സ്കൂൾ അധികൃതരുടെയും നേതൃത്വത്തിൽ ക്ലോറിനേഷൻ നടത്തി ശുചീകരിച്ചു. വാർഡ് മെമ്പർ ബഷീർ കാട്ടുമുണ്ട, ആരോഗ്യ പ്രവർത്തകർ, ഹെഡ്മാസ്റ്റർ അനിൽകുമാർ, PTA ഭാരവാഹികൾ, അധ്യാപകർ എന്നിവർ സംയുക്തമായാണ് ശുചീകരണ പ്രവർത്തനങ്ങൾക്ക് നേതൃത്വം നൽകിയത്. കിണറിലെ വെള്ളം പരിശോധിച്ച ശേഷം ശാസ്ത്രീയമായ അളവിൽ ബ്ലീച്ചിംഗ് പൗഡർ ചേർത്താണ് ക്ലോറിനേഷൻ നടത്തിയത്. മഴക്കാലത്ത് ജലജന്യ രോഗങ്ങൾ പടരുവാൻ സാധ്യതയുള്ളതിനാൽ കുടിവെള്ള സ്രോതസ്സുകൾ ശുചിയായി സൂക്ഷിക്കേണ്ടത് അനിവാര്യമാണെന്ന് ആരോഗ്യ പ്രവർത്തകർ അറിയിച്ചു. കുട്ടികളുടെ ആരോഗ്യ സുരക്ഷ മുൻനിർത്തിയാണ് സ്കൂളിലും തൊട്ടടുത്ത പൊതുകിണറും മറ്റും ശുചീകരിച്ചത്. ക്ലോറിനേഷന് ശേഷം 24 മണിക്കൂർ കഴിഞ്ഞ് മാത്രമേ കിണർ വെള്ളം ഉപയോഗിക്കാവൂ എന്നും നിർദ്ദേശം നൽകി. പഞ്ചായത്തിലെ മറ്റ് സ്കൂളുകളിലും പൊതുകിണറുകളിലും വരും ദിവസങ്ങളിൽ ക്ലോറിനേഷൻ നടത്തുമെന്ന് വാർഡ് മെമ്പർ അറിയിച്ചു. ഇതോടെ ഈ വാർത്താ ബുള്ളറ്റിൻ സമാപിക്കുന്നു. നമസ്കാരം.